രാക്ഷസ രാജാവിനെയും രാവണ പ്രഭുവിനെയും വില്ലാളി വീരപുത്രന്മാരെയും കെട്ടിക്കെട്ടിക്കാൻ 11 ശിപായിമാർ HSCC. ഇന്ന് നമ്മുടെ HCCയുടെ ജെയ്സി ഇനോഗ്രേഷൻ ആട്ടോ ഹൂറയിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങോട്ടാട്ടോ പോണത്. അപ്പൊ നേരെ ബസ് കയറി നേരെ ഹൂറയ്ക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോട്ടോ സുമേഷ് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കേക്ക് വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ നേരെ ശ്യാമേട്ടനെ വിളിച്ചു. അപ്പൊ ശ്യാമേട്ടനും അങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കേക്ക് വാങ്ങാനായിട്ട് ഒരു കടയിൽ പോയി. അവിടെ എത്തിയപ്പോ കുറെ കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് ബർത്ത്ഡേ 4 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ 4 ആളുടെ പേര് അതും എഴുതാൻ പറ്റണം. ആ ഒരു വലിപ്പത്തിലുള്ള കേക്ക് വാങ്ങിച്ചു. എന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞു ചെറുതാക്കി എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ പേപ്പറിൽ എഴുതാനുള്ള പേരുകൾ ശ്യാമേട്ടൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ എടുത്തിട്ട് താഴോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ചേട്ടൻ ചോദിക്കിട്ട് കഴിഞ്ഞില്ലേന്ന്. അപ്പൊ നമ്മൾ കഴിഞ്ഞു എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ചേട്ടൻ എഴുത്തു തുടങ്ങി. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പേരൊക്കെ എഴുതി സെറ്റാക്കി തന്നു. അങ്ങനെ പറഞ്ഞു ഞാനും ശ്യാമേട്ടനും കൂടിയിട്ട് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടാ. ഇന്ന് ഹൂറയിലുള്ള കാലിക്കറ്റ് സ്റ്റോറി വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. അങ്ങനെ അവിടെ എത്തി നേരെ നമ്മളവിടെ എത്തിയപ്പോ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ പുതിയ ജേഴ്സി ഒക്കെ എടുത്ത് നോക്കി അതിന്റെ ഒക്കെ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഇവരെല്ലാവരും നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലത്തെ കളി കഴിഞ്ഞ് പോയവരെന്നെ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ നീരജ്, HCCയുടെ മെയിൻ ആണ് കേട്ടോ. നീരജ് ട്രോഫി ഒക്കെ ആയിട്ട് വന്നതാണ്. ഈ ട്രോഫി എന്തിനാ കൊടുക്കണെന്ന് വെച്ചാൽ നമ്മ ഇടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പ്രഡിക്ഷൻ വെക്കും. മാച്ചുകളുള്ള ദിവസം ആര് ജയിക്കുന്നൊക്കെ പ്രഡിക്ഷൻ വെക്കും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ആണ് കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ജേഴ്സി ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ ഭയങ്കര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈശാഖും ടീമും സംഭവം കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനൊക്കെ കുറിച്ച് പറയുന്ന പോലെ തോന്നും. പക്ഷെ അതൊന്നല്ല, രാവിലെ ഔട്ടായത് എങ്ങനെയാ അതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കേട്ടോ. ഇതിന്റെ ഒക്കെ ഗ്യാപ്പിൽ കൂടെ വിജോനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോ ഇവിടെ സൈഡിൽ വന്നിട്ട് ആരും കാണാണ്ട് നിന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കും. ഈ ജേഴ്സി നമ്മുടെ ഫെബിയാട്ടിന്റെ ഫാമിലി ജേഴ്സിയാണ് കേട്ടോ. ഫെബിയാട്ടിനൊക്കെയാണ് HCC തുടങ്ങി വെച്ച ആൾ കേട്ടോ. പക്ഷെ ഫെബിയാട്ട് ഇപ്പൊ ഇവിടെ ഇല്ല. ഫെബിയാട്ട് അയർലാൻഡിലുള്ള. അപ്പൊ അവരുടെ ഫാമിലിയുടെ ജേഴ്സിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ റിവീൽ ചെയ്ത്. പിന്നെ നമ്മുടെ ടീമിലുള്ള എല്ലാവരുടെയും ജേഴ്സി കൊടുത്തിട്ടോ. ഞാൻ എല്ലാം ഇവിടെ കാണിക്കുന്നില്ല, വീഡിയോക്ക് ലെങ്ത് കൂടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ട്രോഫിയും കൊടുത്തു. ട്രോഫി ഇട്ടേ നമ്മുടെ ആക്കിബിന്, പിന്നെ ജിതിൻ ചേട്ടന്, സഞ്ജു ഏട്ടൻ, പിന്നെ ഷിഫാസിന് കേട്ടോ. ഇവർക്ക് 4 പേർക്കാണ് ട്രോഫി കിട്ടിയത്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ടായിരുന്നു. 4 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. നമ്മുടെ ശ്യാമേട്ടന്റെ, സഞ്ജു ഏട്ടന്റെ, വൈശാഖിന്റെ, വിജോന്റെ, ഇവരുടെ 4 പേരുടെ ബർത്ത്ഡേ എടുത്തു. അപ്പൊ അതിന്റെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറെ ഫോട്ടോസും കുറെ റീൽസും ഒക്കെ എടുത്തുട്ടോ. ഞങ്ങള് റീൽസ് എടുക്കണ കുറെ ടേക്കൊക്കെ എടുത്തിട്ടോ. കുറെ പറഞ്ഞ് പഠിപ്പിച്ചതിനൊക്കെ ശേഷമാണ് കേട്ടോ റീൽസ് ഒക്കെ ഒന്ന് റെഡി ആയത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് പിന്നെ പോന്നു കേട്ടോ. അപ്പൊ പിന്നെ കാണാം. ഓക്കെ, ബൈ.